പൈസ കൊടുത്താണ് വണ്ടി എടുത്തത്. പൈസ മതി, എനിക്ക് വണ്ടി വേണ്ടെന്നാണ്. എത്ര രൂപയായി വണ്ടി? 2,90,000. 90-ന് എടുത്ത വണ്ടി കംപ്ലൈന്റ്. അപ്പോൾ ഞാൻ അവിടെ രണ്ടാമത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വണ്ടി വേണ്ട, എനിക്ക് എൻ്റെ പൈസ വേണം, ശരിയാവില്ല, 20 ദിവസമാവില്ല, ഇത് വണ്ടി ഇങ്ങനെ ആയി. നമ്മൾ അവിടുത്തെ സ്റ്റാൻഡിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഒരു 5 പേരും ചേട്ടനും കൂടി വണ്ടി ഓടിക്കുന്നതായിട്ട് ഒരു അത്യാവശ്യം അവിടെയുള്ള ഒരു അത്യാവശ്യം വലിയ ഏരിയയാണ് കയറിപ്പോയത്. സുഖമായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരുന്നുണ്ട്, മറക്കാതെ. നമസ്കാരം, എല്ലാവർക്കും എൻജിൻ ബീറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങൽ വാമനപുരം റൂട്ടിലെ പൊയ്കമുക്ക് എന്ന് പറയുന്ന ഓട്ടോ സ്റ്റാൻഡിലാണ്. നമുക്കിന്നൊരു അതിഥിയുണ്ട്. നേരെ ആ അതിഥിയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് മഹീന്ദ്ര ട്രിയോയുടെ വിശേഷങ്ങളാണ്. പുതിയ മോഡൽ മഹീന്ദ്ര ട്രിയോയാണ്, 2020 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അറിയാം. എൻ്റെ ചാനലിലെ വീഡിയോകൾ കാണുന്ന എല്ലാ കൂട്ടുകാരെയും അല്ലെങ്കിൽ വ്യൂവേഴ്സിനെയും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹീന്ദ്ര ട്രിയോ ഒരുപാട് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, യൂസർ റിവ്യൂവും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യൂസർ റിവ്യൂവിൽ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത യൂസർ റിവ്യൂ എല്ലാം ആദ്യം ഇറങ്ങിയ മോഡലുകളായിരുന്നു. മഹീന്ദ്ര ട്രിയോ 3 ഡ്രൈവിംഗ് മോഡുകൾ വരുന്ന, ഇത് 2 മോഡ് വരുന്ന, എക്കോയും ബൂസ്റ്റും വരുന്ന മാത്രമായിട്ടുള്ള. ഇതൊരു 3 മാസത്തോളം ആയിട്ടുണ്ട് വണ്ടി എടുത്തിട്ട്. ഏകദേശം 5500 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പുതിയൊരു വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് ഷോറൂം പരിഹരിച്ച് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലേ എന്നൊക്കെ അറിയാനും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ മഹീന്ദ്ര ട്രിയോ ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സിനും കസ്റ്റമേഴ്സിനും ആയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരെ മോഹനൻ ചേട്ടൻ്റെ അടുത്തേക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇപ്പോൾ എടുത്തിട്ട് 3 മാസമായല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ചേട്ടാ? ഒറ്റ ഇതിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പറാ, ഇവിടെ നല്ല ഇതാണ്. പിന്നെ ചേട്ടനിപ്പം ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട്? ഒറ്റ ചാർജിൽ ഞാൻ 100 കിലോമീറ്റർ ഓടുന്നുണ്ട്. 100 കിലോമീറ്റർ. അപ്പോൾ 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഫുള്ള് തീർക്കുന്നില്ല. ഫുള്ള് തീർക്കുന്ന ഒരു 30 പോയിന്റ് ബാലൻസ് ഉണ്ട്. 30 അടുപ്പിച്ച് കാണും, ബാലൻസ് ഉണ്ട്. ഓക്കെ, 30 അടുപ്പിച്ചുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ചാർജ് ചെയ്യും. ചേട്ടൻ ദിവസം എത്ര തവണ ചാർജ് ചെയ്യും? ചില ദിവസം ഞാൻ രാവിലെ എടുത്തു കഴിഞ്ഞാൽ, ചില ദിവസം ലോങ് പോവുകയാണെങ്കിൽ ഉച്ച ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയുമ്പോൾ ചാർജ് ചെയ്യും. പിന്നെ അതിനുശേഷം പിന്നെ ചാർജ് ചെയ്യില്ല. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരും. അപ്പോഴത്തേക്ക് ഇതായിക്കണം. വീട്ടിൽ 1 മണിക്കൂർ ചാർജ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്കും കറക്റ്റാവും. ഓക്കെ, അന്ന് ഓടാനുള്ള ഫുള്ളാവും. ഓക്കെ. ഇപ്പോൾ പൊയ്കമുക്ക് സ്റ്റാൻഡിൽ ഏകദേശം ഒരു 10-15 വണ്ടിയോളം ഇല്ലേ ഓട്ടോ? 40 വണ്ടിയുണ്ട്. 40 വണ്ടിയുണ്ട്. എല്ലാം സമയത്ത് കാണത്തില്ല. അപ്പം ചേട്ടൻ്റെ അല്ലേ അവിടുത്തെ ഒരു ഇലക്ട്രിക് ഓട്ടോക്കാരൻ്റെ മാത്രമേ. അവർ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ ഇവിടെ പഴയ സ്റ്റാൻഡിലെ ഡ്രൈവറാണ്. പണ്ട് 20 വർഷം ജീപ്പായിരുന്നു. ജീപ്പായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ട്. ജീപ്പിൻ്റെ ഒന്നും വളരെ ബെറ്ററാണ് ഇത്. ഇവരെല്ലാം കമ്പനി തന്നെ? എല്ലാവരും കമ്പനിയാണ്. അവരാരെങ്കിലും ഓടിച്ചു നോക്കിയായിരുന്നു വണ്ടി? ഓടിച്ചു നോക്കിയായിരുന്നു. 2-3 കൂട്ടുകാർ അവിടെ പഠിക്കുന്നത്, അവിടെ ഓട്ടോക്കാർ തന്നെ എടുത്തിട്ട് ഓടിയപ്പോൾ സൂപ്പറാണ്, എനിക്ക് എടുക്കണം, പക്ഷേ എൻ്റെ വണ്ടി ഉണ്ട് ഇപ്പോഴും, ഇത് മാറിയിട്ട് എടുക്കാൻ ഒക്കുള്ളൂ, എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയാണ് എല്ലാവരും അഭിപ്രായം. നല്ലതാണ്. ഓക്കെ. ചേട്ടൻ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ? കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. വണ്ടി കംപ്ലൈൻറ്റ് വന്നെന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞില്ല, ഒരു 20 ദിവസം 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓട്ടം പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചെറിയ കഴിച്ച് വന്നപ്പോൾ അതിൻ്റെ ബാറ്ററി മൊത്തം ഡൗൺ ആയി. ബാറ്ററി കിലോമീറ്റർ അല്ല, ഇതിൻ്റെ ഈ ചാർജ് ഡൗൺ ആയി. അപ്പോഴും ഞാൻ കമ്പനിയെ വിളിച്ചു. ഏത് ഷോറൂമിലാണ് വിളിച്ചത്? കൊല്ലം പള്ളിമുക്കല.
ഏഷ്യൻ മോട്ടോഴ്സ് പള്ളിമുക്കിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. അവിടുത്തെ സ്റ്റാഫ് വന്ന് വണ്ടി ഷോറൂമിൽ പോയിട്ട് അവരെ പിറ്റേന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് പൈസ മതി, ഞാൻ ഫുൾ പൈസ എടുത്താണ് വണ്ടി എടുത്തത്. പൈസ മതി, എനിക്ക് വണ്ടി വേണ്ടെന്നാണ്. എത്ര രൂപയായി വണ്ടി? 2,90,000 90 എടുത്ത വണ്ടി കംപ്ലൈന്റ്. അപ്പോൾ ഞാൻ അവിടെ രണ്ടാമത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ വണ്ടി വേണ്ട, എനിക്ക് എൻ്റെ പൈസ വേണം, ശരിയാവില്ല, 20 ദിവസമായുള്ളൂ, ഇത് വണ്ടി ഇങ്ങനെ ആയി. അപ്പോഴവർ പറഞ്ഞു രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് ഇത്, വണ്ടി നമുക്ക് രണ്ടാമത് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഫൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തിട്ട് നിങ്ങൾ നഷ്ടപരിഹാരം തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ നിങ്ങളെ വിളിക്കും, വണ്ടി കറക്റ്റ് ചെയ്തിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഒരു 20 ദിവസമായപ്പോൾ അവർ വീണ്ടും എന്നെ വിളിച്ച് 20 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയി 20 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് അവർ എനിക്ക് 10,000 രൂപ വരെ ചെക്കും വണ്ടി കംപ്ലീറ്റ് കറക്റ്റ് ചെയ്തതാണ്. 10,000 രൂപ 20 ദിവസത്തേക്ക് 10,000 രൂപ ചെക്ക് തന്നു. എന്നുവെച്ചാൽ ദിവസം 500 രൂപ വെച്ച് തന്നു. അതാണ് ചെയ്തു. വണ്ടി കംപ്ലൈൻറ്റ് മാറ്റി തന്നു. അതല്ല അവർ പറഞ്ഞ് ഇനി നിങ്ങൾ ഓരോ ദിവസമെങ്കിലും ഫുള്ള് ഇവിടെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ നിങ്ങൾ എൻ്റെ നഷ്ടപരിഹാരം നിങ്ങൾ തരുമെന്ന്. അപ്പോൾ ഇനി അപ്പം അതിനുശേഷം കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്? ഇല്ല, ഇതുവരെയ്ക്കും ഞാൻ പോയി. ഇപ്പോൾ കറക്റ്റ് നല്ല ചാർജ് ആണ്. 3.25 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജാണ്. അതുവരെ ഈ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് കേബിൾ പൊട്ടില്ല, കേബിളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ടയർ മാറില്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇതുവരെ പിന്നെ അങ്ങനെ അല്ലാതെ പിന്നെ വേറെ വഴിയിലാവുക അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ? ചാർജ് തീർന്ന് അങ്ങനെ വഴിയിലായിട്ടില്ല, പിന്നെ ഇല്ല, വഴിയിലായിട്ടില്ല. ചാർജ് അങ്ങനെ പെട്ടെന്ന് തീർന്നു പോവില്ല. നമ്മൾ ഓടിക്കാൻ ഇത് ആദ്യമേ ഞാൻ ഓടിക്കാൻ അറിയാൻ വയ്യാത്തപ്പോഴത്തേക്ക് എനിക്ക് ഓടിക്കാൻ അറിയാൻ വയ്യാതെ ഓടിച്ച് പെട്ടെന്ന് ചാർജ് ഇറങ്ങുന്ന ഒരു ഇതും ഉണ്ടായിരുന്നു. ചാർജ് കുറയുമായിരുന്നു. കാരണം ഇത് മറ്റേ വണ്ടികളെ പോലെയല്ല, തിരിച്ചിറങ്ങുമ്പോഴേ ചാർജ് കയറും. അപ്പം അങ്ങനെ ചാർജ് കയറ്റി ഓടിക്കാനുള്ള പഠിക്കുമ്പോഴേ ഇത് കറക്റ്റ് ആവുള്ളൂ നമ്മുടെ ഡ്രൈവിങ്. പിന്നെ ഷോറൂമിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല ഇതാണ് തന്നെ, നല്ല ഇതാണ്. ഷോറൂമിന്റെ ഭാഗത്ത് നമ്മളെ ട്രിയോ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവർ ഒരു മുൻഗണന ഉണ്ട്. ഓക്കെ. ഇപ്പം ഏതെങ്കിലുമൊക്കെ ഇപ്പം ഓട്ടം വിളിക്കുന്നവർക്ക് ഈ വണ്ടിയിൽ കയറിയിട്ട് അഭിപ്രായം എങ്ങനെയുണ്ട്? അഭിപ്രായം പ്ലെയിൻ പോലെ പോകുന്നതാ പറയുന്നത്. അയ്യോ ഇതെന്തൊരു പോക്ക്, പ്ലെയിൻ പോലെ പോകുന്നു. കൂടുതലും ആശുപത്രി ഓട്ടം കിട്ടുന്നുണ്ടോ? കൊണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പ്രായമായ തള്ളമാരെയും വയസ്സായവരെയൊക്കെ പിടിച്ചുകൊണ്ട് കയറി കയറാനും സാധനങ്ങൾ വെക്കാനൊക്കെ ഇടമുണ്ട്. അതല്ല, അവർക്ക് ഇതിൽ കയറാൻ കുറച്ച് താന്നിരിക്കുന്നതുകൊണ്ട് കൊണ്ട് സ്റ്റെപ്പ് കാല് പൊക്കാതെ അങ്ങ് പതുക്കെ പിടിച്ചേക്കാൻ കയറും, നേരെ അങ്ങ് വന്ന് കയറും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായം. എവിടെയെങ്കിലും ചെന്ന് കിടക്കുമ്പോൾ ഞാൻ വന്ന് തിരക്കിയതുപോലെ ആരെങ്കിലും ചോദിക്കാറുണ്ട്? പിന്നെ എനിക്ക് ഓടാൻ വയ്യാത്ത നിവൃത്തിയെ, ഓടാൻ നിവൃത്തിയില്ലാത്ത കണ്ടീഷൻ. കാരണം ഏത് സ്റ്റാൻഡിൽ ചെന്നാലും അവിടെ കൈ കാണിച്ച് നിർത്തി ഓട്ടക്കാർ. അണ്ണ നിർത്തണ്ട, എങ്ങനെയുണ്ട് ഇത് എവിടുന്ന് ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകും. കാരണം ഞാൻ ചിലപ്പോൾ ബിസി ആയിരിക്കും. എന്നിട്ട് അവന്മാർ തളഞ്ഞ് നിർത്തിയിട്ട് അതിന്റെ മൊത്തം ഡീറ്റെയിൽ പറഞ്ഞേ പോകാൻ പൊക്കുള്ളൂ. പിന്നെ ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ച് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പൊതുവെ ഇവിടെയൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല അഭിപ്രായം, എടുക്കണമെന്ന് ആഗ്രഹം. പൈസയുടെ ബുദ്ധിമുട്ട് അല്ല, പൈസയുടെ മുട്ടിക്കില്ല. ചിലരൊക്കെ ചോദിക്കുന്ന സീസ് കിട്ടും. പിന്നെ ഇത് പൈസയുടെ മുത്തിവിട്ട് അവരെ ചിലരിൽ വണ്ടി ഉണ്ട്. പിന്നെ പുതിയ പാർട്ടിക്കാർക്കാണ് ഞാൻ ഈ വണ്ടി വന്ന് എടുക്കുന്നത്. കുറേ പേര് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു, കുറേ പേരെ ഞാൻ ഷോയിൽ പറഞ്ഞു വായിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ പറഞ്ഞ് സംസാരിച്ചെടുത്തോളൂ. കാരണം ഞാൻ ഇപ്പം പറഞ്ഞ് ഉടനെ വിടണമെങ്കിൽ എനിക്ക് ചിലപ്പം ഡിമ്മായതുപോലെ ബാറ്ററി ഡിമ്മാകുമ്പോൾ അവൻ ഇതാവും. അതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കില്ല ആരെയും. അത് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവരോട് പറയുന്നു. ഓക്കെ. ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം ഇതാണ്. കാരണം ഒരു ഷോറൂം ഇപ്പം വണ്ടി എടുത്ത് 20 ദിവസത്തിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് ഒരിക്കലും മറ്റ് ഷോറൂമുകൾ വേറെ കമ്പനികളൊക്കെ ഷോറൂം ചെയ്യുന്ന പോലെ കൈയൊഴിഞ്ഞ് പോയിട്ടില്ല. അവരതിനുള്ള നഷ്ടപരിഹാരവും നൽകി, ദിവസം 500 രൂപയായിട്ട്. കാരണം ഒരു ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ചോളം അവരൊരു ഡെയിലി കിട്ടുന്ന വരുമാനത്തിലാണ് കുടുംബം നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ 20 ദിവസം സ്വന്തം വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവർക്ക് നഷ്ടമാണ്. അപ്പോൾ അത് ഷോറൂം 500 രൂപ ദിവസം വെച്ച് 20 ദിവസത്തേക്ക് 10,000 രൂപ നഷ്ടപരിഹാരം നൽകി. അത് തികച്ചും കയ്യടി അറിയിക്കേണ്ടത് തന്നെയാണ്. അത് കൊല്ലം പള്ളിമുക്കിലെ ഏഷ്യൻ മോട്ടോഴ്സാണ്. അതേപോലെ ഈ ട്രിയോ ഉപയോഗിക്കുന്ന ഏതൊരു കസ്റ്റമറും അവർ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും പണിയായിട്ട് ചെന്നാൽ ഇത് ചോദിക്കണം. കാരണം പുതിയ വണ്ടിയാണ്, നഷ്ടപരിഹാരം ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങുക തന്നെ ചെയ്യണം. ഇനി ചേട്ടൻ്റെ വീട്ടിൽ ഉള്ളവർക്കൊക്കെ ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവർക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കാറിൽ പോണ യാത്ര റോഡ് നല്ലതാണെങ്കിൽ കാറിൽ പോണ പോലെ സൂപ്പർ. റോഡ് നല്ല ഹൈവേ ആണെങ്കിൽ പ്ലെയിനിൽ പോലെ പ്ലെയിൻ തന്നെ, കാറ് പോലെ അല്ല. ഒരു കീ എന്ന് ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ സൂക്ഷിക്കണം. കാരണം ഫ്രണ്ടിലെ ആളും മാറൂല, വണ്ടി അടുത്ത് നിന്നേ അറിയുള്ളൂ. ഡ്രൈവർമാർ വളരെ കെയർഫുൾ ആയിരിക്കണം.
കാരണം ഇതിന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് ഇല്ല, പെട്ടെന്ന് നമ്മള് ഉടനെ അവരെ അടുത്ത് എന്നേ അറിയാവുള്ളൂ. അവിടെ കൊണ്ടുവച്ച് ഓൺ അടിച്ചാലും അവർ പള്ളു പറയും. പള്ളു പറയുന്നത് എന്താ അതിന് കാണുന്ന കണ്ടുപിടിച്ച് ചോദിക്കും. തെറ്റവരുടേതാണ്, റോഡിന്റെ മുമ്പേ പോയത്. പക്ഷെ നമ്മൾ തെറ്റാണ്. നമുക്ക് ഇതിൽ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരത്തെ ഓൺ അടിച്ച് പോകണം. അത് ശരിക്കും മനഃശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇടവഴി പോകാക്കുള്ളൂ. കാരണം ആരെങ്കിലും കയറി കുറുക്കെ വന്നല്ലേ. ഇതിന്റെ ടയറിന്റെ സൗണ്ട് മാത്രമേ റോഡിലുള്ളൂ, ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം മോട്ടറിന്റെ നമ്മുടെ മോട്ടറിന്റെ അത്ര സൗണ്ട് ഇല്ല. മോട്ടറിലും വലിയ സൗണ്ടാണ് ചെയ്യുന്നത്. ഇത് അത്ര പോലും സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലാതാണോ? ഇനി ചോദ്യം, കയറ്റം എങ്ങനെയുണ്ട്? കയറ്റം ഇപ്പോഴും കണ്ടാണല്ലോ, 5-6 പേര് എത്ര തടിയുള്ളവരാണെങ്കിലും കയറി പോകും. 10 പാക്കറ്റ് സിമന്റ് എവിടെ കൊണ്ടുപോകാം? 10 പാക്കറ്റ് സിമന്റ് എവിടെ കൊണ്ടുപോകാം? ഞാൻ ഇത്രയും നാൾ ഓടിച്ചിട്ട് ഞാൻ കയറ്റില്ല സിമന്റ്. അവിടെ ഞാൻ കയറ്റി കണ്ടായിരുന്നു ഷോറൂമിൽ അവർ കാണിച്ചായിരുന്നു. ഇപ്പോഴും ഞാൻ എത്ര കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും എത്ര പേരെങ്കിലും കയറിക്കൊള്ളെന്ന് പറയും. കയറിക്കൊണ്ടെന്ന് ഏത് കാര്യം കയറി വെക്കും. നമുക്ക് ഇതിൽ പിന്നെ നിൽക്കുമെന്ന അങ്ങനെ ഒരു ഇതും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വണ്ടിയിലാവുമെന്നൊന്നും നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങ് പൊക്കോളും വണ്ടി. വണ്ടിയിലൊന്നും ആവില്ല വണ്ടി. പിന്നെ ഞാൻ ഇപ്പൊ കൊണ്ടുവന്നതിന് ശേഷം വളരെ കെയർഫുൾ ഇതാണ്. നല്ല ഇതാണ്. ഓട്ടോ ഒക്കെ അത്യാവശ്യം ഉണ്ടല്ലോ. അത്യാവശ്യം ഓട്ടോ, നല്ല ഓട്ടോ. കാരണം ഇത് ഒരു തവണ കയറുന്നവർ പിന്നെ ഇതേ വിളിക്കുള്ളൂ. അതുകൊണ്ട് ടാക്സിക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം അവരായിട്ട് കസ്റ്റമർ നമ്മൾ തന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ വണ്ടി തിരിച്ചു പോകില്ല. അതുകൊണ്ട് ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ വളരെ പഴയ പാർട്ടി ആയതുകൊണ്ട് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മുംബൈ സ്റ്റാൻഡിൽ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാരും ഇതുവരെയും അവിടെ എന്റെ കൂടെ ഇടാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇടരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അവർക്ക് ഒരു ശല്യമാവാനും ഉദ്ദേശിക്കുന്നില്ല. ഒരുപാടൊന്നും ഞാൻ വഴിയിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വന്ന ആളിനെ എടുക്കില്ല. ആളിനെ ഫ്രണ്ടിൽ വന്നിട്ട് ആളിനെ ഞാൻ അവരെ എന്റെ ചോദിക്കണം പറഞ്ഞാൽ അപ്പുറത്ത് വണ്ടി തിന്നാട്ടി എടുക്കണം, അങ്ങോട്ട് പോക്കോളൂ. അപ്പോഴെന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഫോൺ വിളിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ആളിനെ എടുത്തോണ്ട് പോകുന്നത്. അല്ലാതെ അവരൊക്കെ ശല്യം ഉണ്ടാക്കുന്ന വിധത്തിൽ ചെയ്യലില്ല. പിന്നെ ചേട്ടാ ഇപ്പം എടുത്തിട്ട് 3 മാസമായി. സബ്സിഡി കിട്ടിയായിരുന്നോ? ഇല്ല, എനിക്ക് ഇതുവരെ കിട്ടിയില്ല. എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കിട്ടിയൊരു കുറവാണ്. കിട്ടിയത് കുറവെന്നല്ല, ഇതുവരെ ഞാൻ ചോദിച്ചറിഞ്ഞ എല്ലാവർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. 30,000 സബ്സിഡി. ഇപ്പൊ എന്താ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്തും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും 30,000 സബ്സിഡി എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഓരോ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിടുകയാണോ എന്നറിയാൻ വയ്യ. 30,000 കിട്ടിയാൽ നല്ലത്. സബ്സിഡിക്ക് ഇവിടെ ഓൺലൈനായിട്ട് ഇവിടെ നമ്മളെ കമ്പ്യൂട്ടർ സെന്ററിൽ അയക്കാന്ന് പറഞ്ഞു. അവിടെ ഞാൻ അയച്ചായിരുന്നു. അയച്ചപ്പോഴത്തേക്ക് അവർ അവിടെ കൈപ്പറ്റിയായിട്ടും ഇത് എനിക്ക് റിട്ടേൺ വന്നു. പക്ഷേ ഇതുവരെയും പൈസ വന്നിട്ടില്ല. വേറെ എന്തെങ്കിലും പോരായ്മ പ്രശ്നങ്ങൾ അങ്ങനെ? എല്ലാവർക്കും പ്രശ്നങ്ങളാണ് അറിയേണ്ടത്. ഈ വണ്ടിക്ക് എന്തൊരു പ്രശ്നമുണ്ട്. അപ്പം എന്തെങ്കിലും പ്രശ്നം അല്ല, അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. തേരി കയറുന്നതിനാ അല്ലെങ്കിൽ വണ്ടി ഓടുന്നതിനാ അങ്ങനെയൊന്നും ഒരു വിഷയം ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ. മഹീന്ദ്ര ട്രിയോ ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്ക് വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഇതിൻ്റെ കുടുക്കം. കാരണം നമ്മൾ നല്ല റോഡിലാണെങ്കിൽ നമുക്ക് പ്ലെയിൻ പോണത് പോലെ തന്നെ അല്ലെങ്കിൽ കാറിൽ പോണ സുഖമുണ്ട്. എന്നാൽ കുടുക്ക റോഡുകളിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ടാറില്ലാത്ത റോഡുകളിൽ വരുമ്പോൾ ഒരു പാസഞ്ചറോ 1-2 ഉണ്ടെങ്കിൽ നല്ലപോലെ അവർക്ക് പുറകെ ഇരിക്കുമ്പോൾ അറിയാം കുടുക്കം. അപ്പോൾ അതും ചേട്ടന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെ, ഭയങ്കര കുടുക്കമായിരുന്നു. എനിക്ക് ആൾക്കാരെ ഭയങ്കര ഇത് മോമറക്കേണ്ട ഒരു സംഭവം വന്നിട്ടുണ്ട്. കാരണം ഒരാളൊക്കെ ഉള്ളെങ്കിൽ നല്ലപോലെ ചാടും വണ്ടി. നല്ലപോലെ ഒത്തിരി വയസ്സായ ആൾക്കാർക്ക് വേദനയൊക്കെ ഉള്ളവർക്ക് അവർക്ക് നല്ലൊരു ബാധിക്കും. അപ്പോഴത്തെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഞാൻ കമ്പനിയെ വിളിച്ചപ്പോൾ നോക്കട്ടെ എന്താണെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്നിട്ട് ആറ്റെങ്കിൽ നമ്മളെ വലിയ ആശുപത്രിയുടെ അവിടെ ചെന്ന് ഒരു ശിവനെണ്ണൻ അവിടെ ഈ ഷാക്ക് അഫ്സർ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ആ അണ്ണൻ്റെ പറഞ്ഞു, നീ ഇഞ്ഞ് കൊണ്ടുപോവാ, ഞാൻ പുതിയ ഷാക്ക് അഫ്സർ ചെയ്ത് തരാം, അതിൽ നിനക്ക് കൊടുക്കാൻ പറ്റില്ല, വാറണ്ടിയാണ്. കാരണം വർഷങ്ങളോളം ചെയ്യുന്ന പാർട്ടിയാണ്, എനിക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെന്നത്. അപ്പം ഞാൻ വാറണ്ടിയാണ്, ഞാൻ ചെയ്തു തരും. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെ വലിയ കൊടുത്ത് ശിവണ്ണൻ്റെ കൊടുത്തു. ശിവണ്ണ അത് എന്നെനിക്ക് 2 ദിവസം മുമ്പേ ഞാൻ കൊടുത്തതാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ്. ശിവണ്ണൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തെന്ന്. ഇന്ന് ഞാൻ വണ്ടിയിൽ ആളിനെ എടുത്തപ്പോഴത്തേക്ക് നല്ല കാർ പോലെ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പം കമ്പനിയിൽ വന്ന ഷോക്ക് ഒത്തിരി ചെറുതാണ്. ഇത് ഇപ്പോൾ കുറച്ചും കൂടി വലുതാക്കി അതിലൊരു വലിയ ബുഷ് ഇടാം. പക്ഷേ ഷോക്ക് അബ്സോർബർ അത് വാങ്ങാൻ കിട്ടുന്നില്ല. അത് അത്രയും സൈസ്
അത് അയാൾ സൈസ് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് എന്നിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അത് എത്ര കുറേ ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്നാലും ഇത് എത്ര ഉണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ വാറണ്ടിയാണ് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോഴും പൈസയൊന്നും അത്ര ഒരുപാട് കൂടുതലൊന്നുമില്ല. അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, ചെയ്തു തരും. ആർക്ക് വേണമെങ്കിലും ചെയ്തു തരും. ആർക്ക് വേണമെങ്കിലും ഇതൊരു പാർട്ടി അല്ല, അവിടെ നിങ്ങൾ കൊല്ലത്ത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പാർട്ടി ഇവിടുന്ന് സാധനം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യുന്ന ഒരുപാട് സമയമൊന്നുമില്ല. അപ്പം ഇത് ഉണ്ടാക്കാനാണ് സമയം എടുക്കുന്നത്. അപ്പം ഇത് ഇപ്പം ഉപയോഗിച്ചതിന് ശേഷം വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇതിന് ശേഷം ഓടിയപ്പം ആരും ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ 5 വരെ വെച്ചോണ്ടാണ് പോയത്. 5 വരെ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. അത് നമ്മളെ വീഡിയോയിലുണ്ട്. അപ്പൊ അവരെ കൊണ്ടുപോയിട്ട് ധൈര്യം അങ്ങനെ കയറിപ്പോകും. അവർക്കൊന്നും ചാട്ടമൊന്നുമില്ല. ആള് കൂടിയല്ല അല്ലെങ്കിലും ചാടൂല. ഇതിന്റെ പ്ലേറ്റ് ആയതുകൊണ്ട് ഒരാളെങ്കിലാണ് 1-2 പേരൊക്കെ ഇതിൽ കയറുള്ളൂ. സോ 2 പേരെ എവിടെയെങ്കിലൊക്കെ ദൂരയാത്രയ്ക്കാണ് വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് ആശുപത്രി അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോഴത്തേക്ക് അത് ചാടി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ വിളിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത മസ്റ്റായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഓക്കെ. ഇപ്പോൾ ആക്കും കറി ഒരാൾക്ക് 2 പേരൊക്കെ പോകും. അപ്പോൾ ആ ഷോക്കിൻ്റെത് കാണിച്ചു തരാം. ഇതാണിപ്പോൾ മോഹനൻ ചേട്ടൻ മാറ്റിയ ആ ഷോക്ക്. 2 എണ്ണം മാറിയിട്ടുണ്ട്. അതിപ്പോൾ ഇച്ചിരി പൊക്കം കൂടിയ ടൈപ്പാണ് ഷോക്ക് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ ലീഫ് സ്പ്രിങ് മാത്രമേ വർക്കാവുന്നുള്ളൂ. പക്ഷേ ഷോക്കിന് വലുതായിട്ട് വർക്കിംഗ് വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് നല്ല കുടുക്കമായിരുന്നു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇപ്പം ഷോക്ക് ഇച്ചിരി പൊക്കം കൂട്ടി അതിന് വലിയ ബുഷുകളാണ് ഇട്ടിരിക്കുന്നത്. കാണാൻ എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല. അതേപോലെ ആ ബുഷ് കാണിച്ചു തരാം. ബുഷ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം നല്ല യാത്രാസുഖമെന്നാണ് പറയുന്നത്. ഇതിൽ കയറിയ പാസഞ്ചറും പറഞ്ഞായിരുന്നു നല്ല കംഫർട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഷോക്ക് ഒബ്സർവ് വർക്ക് ചെയ്ത ശിവൻ ചേട്ടൻ്റെ നമ്പറും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ അത്യാവശ്യ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആ നമ്പറിൽ കൂടി വിളിച്ചാൽ മതി. നമ്മൾ അവിടുത്തെ സ്റ്റാൻഡിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഒരു 5 പേരും ചേട്ടനും കൂടി വണ്ടി ഓടിക്കുന്നതായിട്ട് ഒരു അത്യാവശ്യം അവിടെയുള്ള ഒരു അത്യാവശ്യം വലിയ ഏരിയയാണ് കയറിപ്പോയത്. സുഖമായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരുന്നുണ്ട്, മറക്കാതെ കാണുക. ഒരുപാട് പേർക്ക് ഇത് കയറ്റം കയറുമെന്നൊരു സംശയമുണ്ട്. ആ കയറ്റം ഇത്രയും 6 പേരുമായിട്ട് സുഖമായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയോട് സഹകരിച്ച ചേട്ടനോട് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു ചേട്ടാ. പൊയ്കമുക്ക് സ്റ്റാൻഡിലെ 5 ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരും ഇതിലെ മോഹന ചേട്ടനും കൂടിയാണ് ഈ ഓട്ടോയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവർ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കയറ്റമാണ് കയറുന്നത്. മൊത്തത്തിൽ 6 പേരുണ്ട് ഈ മഹീന്ദ്ര ട്രിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയത്തില്ല. നല്ലൊരു കയറ്റമാണ്. അപ്പോൾ ഈ സൈഡിൽ ഈ കയറ്റം കയറി വരികയാണ് ഇപ്പോൾ. അപ്പോൾ അതിന് സൈഡിലായിട്ട് 2 വണ്ടികൾ കിടക്കുന്ന കാണാം. അപ്പോൾ ആ 2 വണ്ടിയും നല്ല രീതിയിൽ ചരിഞ്ഞാണ് കിടക്കുന്നത്. നല്ല കയറ്റമാണ്. അതിനിടയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡും കൂടിയാണ്. കയറ്റത്തിനിടയിൽ തന്നെ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത് പോകുന്നതും കാണാം നമുക്ക് വീഡിയോയിൽ. അതിനിടയിൽ ചെറിയ ഹമ്പ് വരുന്നുണ്ട്. യാതൊരു സ്ട്രഗിളും ഇല്ലാതെയാണ് കയറ്റം കയറി വരുന്നത്. കയറ്റം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. 6 പേരാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ കയറ്റം കയറി അതിനുശേഷം ആ ഇറങ്ങി വരുന്നതും കൂടി ഈ വീഡിയോയിലുണ്ട്. ഇപ്പോൾ കയറ്റം ഏകദേശം അങ്ങ് ഏറ്റവും മുകളിലായിട്ട് എത്താറായിരിക്കുകയാണ്. അവിടെ തിരിഞ്ഞ് വണ്ടി തിരിച്ച് വളഞ്ഞ് നമുക്ക് കാണാവുന്നതാണ്. 6 പേരാണ് ഈ വണ്ടിയുടെ ഉള്ളിലുള്ളത്. തിരിച്ച് ആ കയറ്റം തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ബൈക്കിൽ വരുമ്പോൾ ആ ഇറക്കത്തിൻ്റെ എങ്ങനെയാണ് ഇറക്കമെന്ന് കാണാവുന്നതാണ്. ഇത്രയും വലിയ ഇറക്കമാണ്. ആ ഇറക്കത്തിൽ 6 പേരുമായിട്ട് തിരിച്ചിറങ്ങി വരികയാണ്. അപ്പോൾ ആ ഇറക്കം കാണിക്കാൻ കൂടിയാണ് ഇത് ചെയ്തത്. പൊട്ടിപ്പൊളഞ്ഞതും കൂടിയാണ്. കാരണം ആ പൊട്ടിപ്പൊളിഞ്ഞ കയറ്റത്തിൽ കൂടിയാണ് ഇത് 6 പേരുമായിട്ട് കയറിപ്പോയത്. കയറ്റം കയറുന്നില്ല എന്ന് പറയുന്നതിൽ കയറ്റം കയറ്റിയവർ
കാണിച്ചു തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം തൃപ്തികരമാകുമെന്ന് അറിയത്തില്ല. വലിയൊരു കയറ്റമായിരുന്നു, അത് നല്ല സുഖമായിട്ട് കയറിപ്പോയി. അപ്പോൾ ഈ കയറ്റം വീഡിയോ ചെയ്യാൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത എല്ലാ ഓട്ടോ ചേട്ടന്മാരും, പൊയ്കമുക്കിലെ ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാ ചേട്ടന്മാർക്കും എൻ്റെയും എൻജിൻ ബീറ്റ്സ് ചാനലിൻ്റെയും നന്ദി ഹൃദയപൂർവ്വം പറയുന്നു. നന്ദി.